തരത്തിൽ ദീനിൻ്റെ തർബിയത്തും ദീനിനെ കുറിച്ചുള്ളൊരു എക്സ്പോഷറും കിട്ടാത്തത് കാരണം ഈ ഭൗതികവാദത്തിലേക്ക് പോവുകയാണ്. ഭൗതികവാദം എന്ന് പറയുന്നത് മെറ്റീരിയലിസമാണ്. മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകം ഇത് തന്നെ ഉള്ളൂ, ഇനി അപ്പോൾ കാണാത്തൊരു ലോകമൊന്നും വരാനില്ല, അതുകൊണ്ട് അടിച്ചു പൊളിച്ചോളി, ഇനി ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല, ഇത് ജീവിതത്തിൽ കിട്ടിയൊരു അവസരമാണ്, ഈ അവസരം നഷ്ടപ്പെടുക തന്നെ അല്ലേ. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴേ ഒരു കഫേയിൽ നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി ഒരു കോഫി ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കുറേ ബോയ്സും കുറേ ഗേൾസും ഒക്കെ കൂടി. സമയം അപ്പോൾ 1 മണി, 1:15, 1:30 ആയിട്ടുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയിൽ നമ്മൾ രണ്ടത്താണി കോട്ടക്കലിൻ്റെ അടിയിൽ. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു കുട്ടി മഫ്തൊക്കെ ഇട്ടിട്ടുണ്ട്. പഠിച്ച റബ്ബി പാതിരാക്കി ചെക്കന്മാരെ കൂടെ അവർക്ക് എന്ത് ചെയ്യാനാണ്? പഠിക്കാൻ വന്ന കുട്ടികളായിരിക്കും, വല്ല മെഡിസിനൊക്കെ പഠിക്കാൻ വന്ന കുട്ടികളായിരിക്കും. അവിടെ കുറേ യൂണിവേഴ്സിറ്റി കോളേജുകളൊക്കെ ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട്, പെരിന്തമണ്ണുണ്ട്, പരിസരങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എത്തുമ്പോഴും ഭയങ്കര സങ്കടമായിപ്പോയി. പഠിച്ചവനെ എത്ര അച്ചടക്കത്തിൽ ജീവിക്കേണ്ട മക്കളാണ്. അതിലിപ്പോൾ മുസ്ലിമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. വേഷവിധാനത്തിൽ ഒരു കുട്ടിയെ മുസ്ലിമാണെന്ന് മനസ്സിലായി, മറ്റേത് ആണിത് അയച്ചിട്ടതാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഒക്കെ ഒരു 10, 20, 19, 20 വയസ്സുള്ള കുട്ടികളാണ്. ഒരു 6-7 പേര്. അവർ ചായ കുടിക്കുന്നു, തമാശ പറയുന്നു, അവർ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അവർ ഇറങ്ങുന്നതിൽ 1:30-1:45 മണിക്ക് സമയം. ഇവർക്ക് മാതാപിതാക്കളുണ്ട്, കുടുംബമുണ്ട്. അവർക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുന്ന ഉമ്മമാരും അമ്മമാരും ഉണ്ടായിരിക്കും. പക്ഷേ ഈ മക്കൾ ഇങ്ങനെ വഴി തെറ്റി ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരോട് പറയുമ്പോൾ ഞങ്ങൾ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ എന്തോ പ്രത്യേക ലൈസൻസ് ആണെന്ന വിചാരം. ന്യൂ ജനറേഷനാണ്, ഞങ്ങളോടൊന്നും പറയണ്ട. എന്താ പറഞ്ഞാൽ അവർ ഈ ഭൂമിക്കൊന്നും പഠിച്ചല്ലോ, വേറെ ഏതോ ലോകത്ത് പടക്കപ്പെട്ടവരാണോ, ഞങ്ങൾ തൊടാൻ വരണ്ട എന്നതിൻ്റെ അർത്ഥം. ഞങ്ങളാരും കറക്റ്റ് ചെയ്യണ്ട. ഇതൊക്കെ ഒരു സമയത്ത് മനുഷ്യന് തോന്നുന്ന തോന്നലുകളാണ്. പക്ഷെ അല്ലാഹു വജഅല ലഹും അജലൻ ലാ റൈബ ഫീഹി, ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ഒരായുസ് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ ടൈമായാൽ ഔട്ട്സ്, അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോലും പറ്റൂല. ആ ഒരു സമയത്തേക്ക് മാത്രം നിങ്ങൾ വിട്ട ലോകമാണിത്. ഇവിടുന്ന് എന്ത് ചെയ്യണ്ട, വഴിവിട്ട് കളിക്കണ്ട. അല്ലാഹു തആല പറയണത് വജഅല ലഹും അജലൻ ലാ റൈബ ഫീഹി. ആ ഒരു കുറഞ്ഞ ആയുസ്സാണോ നിങ്ങൾ കറങ്ങിയിട്ടും അല്ലാതെയും തിന്മ ചെയ്തിട്ടും ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നത്? ജീവിതത്തിൻ്റെ ബോധമില്ലാതെ ഇത്തരം ചിന്തകളൊക്കെ വരുന്നത് ഭൗതികവാദത്തിൽ നിന്നാണ്. മെറ്റീരിയലിസം കടന്നുകൂടാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാണുന്ന ഈ ലോകം മാത്രമേ ഉള്ളൂ, കാണാത്തൊരു ലോകമൊന്നും ഇല്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ചിന്ത വന്നാൽ ഞാൻ ഇവിടെ തന്നെ കിടക്കുള്ളൂ, ഇതിനെ എൻ്റെ ലോകം, ഇനി പുറത്തേക്കൊന്നും വരില്ല എന്നൊരു കുട്ടി വിചാരിച്ച എന്താ അവസ്ഥ? അതുപോലെ ചിന്തിക്കുന്ന ഒരു തലമുറ കടന്നു വന്നാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവർക്ക് അറിയില്ല. നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ കുട്ടികളൊക്കെ ആ ഒരു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല ചെന്നിട്ടൊരു മസല ചോദിച്ചു. ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്ന പെണ്ണുങ്ങളില്ലേ? ഉണ്ടോ ഭർത്താക്കന്മാരെടുക്കാറില്ലേ? ചോദിക്കാതെ പൈസ എടുക്കാറില്ലേ? ഹലാലാണോ? മസല ഞാൻ പഠിപ്പിച്ചു തരാം. ഹിന്ദ് റളിയല്ലാഹു തആല നബി തങ്ങളോട് എന്ന് ചോദിച്ചു, നബിയെ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എനിക്ക് ചെലവിനൊന്നും തരത്തില്ല നബിയെ. നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാണ്, എനിക്ക് ചെലവിന് തരാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാതെ എടുക്കാറുണ്ട്. പാവമാണ് നബിയെ. എടുക്കാൻ പാടുണ്ടോ നബിയെ? എടുക്കാൻ പാടുണ്ടോ? ഉണ്ടോ? നബി തങ്ങൾ ഹിന്ദിനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ, ആവശ്യമുള്ളത് എടുത്തോളാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല ചെന്നിട്ടൊരു മസല ചോദിച്ചു. ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കണം.